إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وبث فيها يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നെല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഒരു പൂർണ്ണ മുസ്ലിമായി ഈ ഭൂമിയിൽ ജീവിച്ച് മാതൃക കാണിച്ചിട്ടുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ പുതുക്കുന്ന ഈദുൽ അദ്ഹയിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങൾ പരസ്പരം ആശംസകൾ കൈമാറുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്ന വ മിൻകും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷമുണ്ടാകുന്ന സന്ദർഭത്തിൽ മതം നിശ്ചയിച്ചിട്ടുള്ള അതിരുകൾക്കപ്പുറത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളത് അവൻ ഏത് സന്ദർഭത്തിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ അതിരുകൾക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പടച്ചറബിന്റെ പൊരുത്തവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേടാൻ സാധിക്കുക. അങ്ങനെ പൊരുത്തം നേടി അള്ളാഹുവിന്റെ ഖലീലുകളിൽ ഉൾപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്ന പ്രവാചകൻ. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീലുകളായി സ്വീകരിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, ഏറെ ആദരിച്ചിട്ടുള്ള രണ്ട് മനുഷ്യന്മാരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
ആ മനുഷ്യന് നന്മകൾക്കുള്ള സൗകര്യവും കൂടുതൽ കൂടുതൽ പ്രതിഫലം നേടാൻ ആവശ്യമായ കാര്യങ്ങളും ആ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ പെരുന്നാൾ നമസ്കരിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. നമ്മൾ നമസ്കരിച്ച നമസ്കാരത്തിന്റെ ഒരു കൂലി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിക്കും. നമ്മൾ നമസ്കരിച്ചിരിക്കുന്ന നമസ്കാരത്തിന്റെ ഒരു പ്രതിഫലം മറ്റൊരു ഖലീലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കും. എന്തുകൊണ്ടാണത്? നമ്മൾ നമസ്കരിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചിട്ടുള്ള കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിലൊരു പ്രതിഫലം ഉണ്ടാകും. നമ്മൾ നമസ്കരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലാണ്. ആ പഠിപ്പിച്ച രൂപത്തിലും എണ്ണത്തിലും കൃത്യതയിലുമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒരു പ്രതിഫലമുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഖലീലായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ അളവ് അല്ലാഹുവിനല്ലാതെ കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആകാശലോകത്തിൽ നിന്ന് വാനലോകത്തിൽ നിന്ന് മലക്കുകൾ വിളിച്ചു പറയും, ഇതാ ഇന്ന വ്യക്തികൾ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലുള്ളവരെ നിങ്ങൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. അതോടുകൂടി ആ മനുഷ്യന് ഭൂമിയിൽ ഒരുപാട് ഖൈറുകൾക്കുള്ള, നന്മകൾക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുകയാണ്. സഹോദരന്മാരെ, ഈ ഒരു പെരുന്നാളിന്റെ സന്ദർഭത്തിൽ എനിക്കെന്നോടും നിങ്ങളോടും ആദ്യം ഓർമ്മപ്പെടുത്താനുള്ള ഒരു വിഷയം അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും. ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകൾ, നന്മയുടെ വാതിലുകൾ നമ്മൾക്ക് പോലും കണക്കാക്കാൻ കഴിയാത്ത അത്രമാത്രം വലുതായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം അല്ലദീ വഫാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം പൂർത്തീകരിച്ചവനാണ്. ഒന്നിലും അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഖാമ ബിജമീഇ മബ്തലാഹു അല്ലാഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും അദ്ദേഹം പൂർത്തീകരിച്ചു. വഅമറഹു ബിഹി മിന ശറാഇ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ മതകാര്യങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിച്ചിരുന്നു, ആ കൽപ്പനകൾ മുഴുവനും അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. വഉസൂലുദ്ദീനി വഫുറൂഇഹി. മതത്തിന്റെ അടിസ്ഥാനമാകട്ടെ, മതത്തിന്റെ ഫറഅകളാകട്ടെ, ശാഖകളാകട്ടെ, എല്ലാ കാര്യങ്ങളും അദ്ദേഹം പൂർത്തീകരിച്ചു. അങ്ങനെ മതം പൂർത്തിയായിക്കൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. രണ്ടാമതായി എനിക്ക് എന്നോടും നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള വിഷയം അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദീനിന്റെ എല്ലാ അതിരുകളും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണ്. ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ കൽപ്പനക്ക് അദ്ദേഹം വിരുദ്ധം പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും കീഴൊതുങ്ങി ജീവിച്ചപ്പോഴും അദ്ദേഹത്തിന് ദുനിയാവിൽ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയാ. ദുനിയാവിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എല്ലാ പ്രതിഫലങ്ങളും, ഒരു മനുഷ്യന് ദുനിയാവ് ആസ്വദിക്കേണ്ട ആസ്വാദനങ്ങളെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ദീന് പൂർത്തിയായി ജീവിച്ചപ്പോ ദുനിയാവ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ ആധുനികരായിട്ടുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയുടെയും ഒരു തെറ്റായ ധാരണ എന്താണ്? മതവുമായിക്കൊണ്ട് നടന്നാൽ ദുനിയാവ് ഉണ്ടാകൂല എന്നൊരു തെറ്റായ വായന സമൂഹത്തിലുണ്ട്. അത് ശരിയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അതിന് എതിരാണ് നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. കാരണം വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയാ, ദുനിയാവിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങൾ നൽകി. അതിന് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറയാൻ, ഐ ജമഅ അല്ലാഹു ലഹു ബൈന സആദത്തി ദുനിയ അൽ മൂസില ബിസആദത്തിൽ ആഖിറ. അല്ലാഹു അദ്ദേഹത്തിന് ദുനിയാവും ആഖിറവും ഒരുപോലെ നൽകിയിട്ടുണ്ട്. ഫകാന ലഹു ഫിദ്ദുനിയ അർസ്ഖുൽ വാസിഉൽ ഹനി വൽ മൻസിലുർ റഹബ് വൽ മൗലൂദുൽ അദബ് വസ്സൗജത്തുൽ ഹസന സാലിഹ വസ്സനാഉൽ ജമീൽ വദ്ദിക്റുൽ ഹസനു. അദ്ദേഹത്തിന് എന്തൊക്കെയാണ്? നല്ല വീടുകൾ, നല്ല സമ്പത്ത്, അതുപോലെ തന്നെ നല്ല കുടുംബം, നല്ല സന്താനങ്ങൾ,
ആളുകൾക്കിടയിൽ നല്ല പ്രശസ്തി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരലോകത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അപ്പൊ ദീന് പൂർത്തിയായിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് അല്ലാഹുവിന്റെ തൃപ്തി കൊടുക്കുമെന്ന് മാത്രമല്ല, ദുനിയാവിന്റെ വാതിലുകളും ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. ഇത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി വജമഅ ലഹു ശംലഹു വഅതതുഹു ദുനിയ വഹിയ റാഗിമ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ പരലോകമാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ ദുനിയാവ് വാരിക്കൂട്ടണമെന്നല്ല, പരലോകമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ ഗിന, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗിന വെച്ചു കൊടുക്കും. അഥവാ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം വെച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ദുനിയാവ് അവന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവനൊരിക്കലും അത് ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി പ്രത്യേകമായി കൊണ്ട് കഠിനാധ്വാനം ചെയ്യുകയോ പിന്നെ ചെയ്യേണ്ടി വരികയില്ല. വഹിയ റാഗിമത്തുൻ, അത് അവന്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ദുനിയാവ് ആഗ്രഹിക്കാതെ പരലോകം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് കിട്ടും. ഒമൻ കാനത്ത് ദുനിയാ ഹമ്മഹു ജഅലല്ലാഹു ഫഖറഹു ബൈന അലൈഹി. എന്നാൽ അതിന് പിന്നെ വിപരീതമായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ പരലോകത്തിന്റെ വിഷയം ശ്രദ്ധിക്കാനേ നേരല്ല, ദുനിയാവിന്റെ വിഷയം മാത്രം ശ്രദ്ധിക്കാൻ. ദുനിയാവ് വിട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യം വിസ്മരിച്ചു കഴിഞ്ഞാൽ പരലോകം കിട്ടൂല, അല്ലെങ്കിൽ പരലോകത്തിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ ദുനിയാവ് കിട്ടൂല എന്ന ചിന്തയാണ് അവനുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫറഖ അലൈഹി ശംലഹു, അവന്റെ കാര്യങ്ങൾ അള്ളാഹു ഭിന്നമാക്കും. എന്നാൽ ഒന്നും ശരിയാകൂല. വലം യഅതി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, എന്താണോ അള്ളാഹ് അയാൾക്ക് ദുനിയാവിൽ കണക്കാക്കിയിട്ട് അതല്ല അപ്പുറം ഒരു റിസ്ക്കും അള്ളാഹ് അയാൾക്ക് കൊടുക്കാൻ പോണില്ല. അയാൾക്ക് ദുനിയാവും നഷ്ടമാണ്, പരലോകവും നഷ്ടമായിരിക്കും എന്നാണ് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, പെരുന്നാളിന്റെ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്മരണകൾ അയവിറക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ അതിരുകൾക്കുള്ളിൽ നിന്ന് ജീവിക്കണം. ആ ദീനിന്റെ അതിരുകൾക്കുള്ളിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദുനിയാവും ഉണ്ടാകും, ആഖിറവും ഉണ്ടാകും. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയത്. അദ്ദേഹത്തിന് ദുനിയാവും അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി നൽകിയിരുന്നു. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പഠിപ്പിച്ചപ്പോൾ രണ്ടു തരം മനുഷ്യന്മാരുടെ രണ്ടു തരം പ്രാർത്ഥനകൾ അല്ലാഹു പഠിപ്പിക്കണം. ഫമനന്നാസി മൻ യഖൂലു, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് മൻ യഖൂലു, അവങ്ങനെ പ്രാർത്ഥിക്കുന്നു, റബ്ബന, എന്റെ റബ്ബേ, ആതിനാ ഫിദ് ദുനിയ, ഞങ്ങൾക്ക് നീ ദുനിയാവ് കൊണ്ടാ, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, എനിക്ക് ദുനിയാവ് കൊണ്ടാന്ന് അയാൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ദുനിയാവിൽ ഹസനത്ത് വേണമെന്നൊന്നും അയാൾ പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് ദുനിയാവ് കൊണ്ടാന്ന് മാത്രം പ്രാർത്ഥിക്കണുള്ളൂ. ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അയാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് മാത്രമേ ഉണ്ടാകുള്ളൂ, പരലോകത്തിൽ ഒരു ഓരി അയാൾക്ക് ഉണ്ടാകൂല. എന്നാൽ വമിൻഹും, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് മൻ യഖൂൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മനുഷ്യന്മാരിൽ ഇങ്ങനെയും പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ, പക്ഷെ ദുനിയാവ് കൊണ്ടാന്നല്ല, ദുനിയാവിൽ എനിക്ക് ഹസനത്ത് കൊണ്ടാന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈമാനുള്ളവരെയും ഈമാനില്ലാത്തയും പ്രാർത്ഥനയിൽ വരെ വ്യത്യാസമുണ്ട്, അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്, ദുനിയാവിനോടും ആഖിറത്തിനോടും അവർ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ വ്യത്യാസമുണ്ട്, പ്രാർത്ഥനയിൽ വ്യത്യാസം അവിടെ പറയാൻ. ദുനിയാവ് കൊണ്ടാന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ദുനിയാവിൽ ഹസനത്ത് കൊണ്ടാ, പരലോകത്തിനും ഹസനത്ത് കൊണ്ടാ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അവരാകുന്നു യഥാർത്ഥത്തിൽ വിജയിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ മരിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നന്മ പറയുകയും നല്ലത് ഓർക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഏതെങ്കിലും ഒരു മതക്കാരെ സംബന്ധിച്ച് അവർക്ക് മോശം പറയാനില്ല. എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പ്രവാചകനാണ് മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും കുടുംബത്തിനും ആ ഏറ്റവും നല്ല ലിസാന സിദ്ഖ്, അഥവാ അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ അദ്ദേഹത്തെക്കുറിച്ച് നന്മകൾ പറയുന്ന
ഒരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല സംജാതമാക്കി. ഇത് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചപ്പോൾ ഇബ്രാഹിം നബിക്ക് കിട്ടിയ ഔദാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് നന്മകൾ ആളുകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് തന്നെ നൂറ്റാണ്ടുകളായി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ കാലം മുമ്പ് ജീവിച്ച മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ ആ ഒരു പ്രവാചകന്റെ പേര് ലോകത്ത് പറയപ്പെടാത്ത ഒരു ദിവസം, ഒരു നിമിഷമോ കടന്നു പോകുന്നില്ലല്ലോ. ഒരു മുസ്ലിം നമസ്കരിച്ചാൽ, ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ, ഒരു മുസ്ലിം എന്ത് കാര്യം ചെയ്താലും ഏറ്റവും ചുരുങ്ങിയത് അവൻ 5 തരം നമസ്കാരങ്ങളെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പേരുച്ചരിക്കാത്തതില്ല. എന്തൊരു നന്മയാണിത്, എന്തൊരു സൗഭാഗ്യമാണിത്. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിച്ച് അതിന്റെ ഉള്ളിൽ ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് അള്ളാഹു കൊടുത്ത ആ അവസ്ഥ നമ്മളും മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. ദീനിന്റെ അതിരുകൾ ഭേദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാൽ അതോടുകൂടി നമ്മുടെ ഓർമ്മകൾ പിന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകും. നമ്മളെ നന്മ പറഞ്ഞു ഓർക്കാനും, നമ്മൾ മരിച്ചാൽ അല്ലാഹു യർഹംഹു, അള്ളാഹു ഇനി അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അല്ലാഹു ഗഫർ ലഹു എന്ന് പറയാൻ കാലങ്ങൾ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആളുകൾ ഉണ്ടാകണമെങ്കിൽ ഈ ദീനിന്റെ അതിരുകൾക്കുള്ളിൽ നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തെ വെടിഞ്ഞ ആളുകളെ കുറിച്ച് വിഡ്ഢികൾ എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വന്തം നഫ്സിനെ വിഡ്ഢിയാക്കി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം നഫ്സിനെ വിഡ്ഢികളാക്കിയ ആളുകൾക്കല്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗം അതിനോട് വിമുഖത കാണിക്കാൻ സാധിക്കോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാർഗം എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന്റെ മാർഗമാണ്, ഇത്തിബാഇന്റെ മാർഗമാണ്, സുന്നത്തിന്റെ മാർഗമാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ദുനിയാവിൽ അദ്ദേഹത്തെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ അദ്ദേഹം സ്വാലിഹീങ്ങളിൽ പെട്ടവനായി. എങ്ങനെ? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അപ്പൊ സഹോദരന്മാർ, ഈ ഈദുൽ അദ്ഹയുടെ ദിവസത്തിൽ, ബലി പെരുന്നാളിന്റെ ഈ ദിവസത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ബലിയെറുക്കുന്നത് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്മരണകൾ പുതുക്കാൻ വേണ്ടിയാണല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതവും നമ്മുടെ ജീവിതവും നമ്മൾ തട്ടിച്ചു നോക്കും. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച ഒരു മനുഷ്യന് ഇന്നും ലോകത്ത് നന്മകൾ മാത്രം അവശേഷിക്കുന്ന ആധാറുകളുണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണകൾ പുതുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഭൂമിയിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകൾ നമ്മളെപ്പറ്റി നല്ലത് പറയാനുണ്ടാകും? അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ താളുകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നന്മയുടെ വിഷയങ്ങളും അതുപോലെ തന്നെ ആളുകൾ നല്ലത് സ്മരിക്കുന്ന വിഷയങ്ങളും എത്രമാത്രമുണ്ട് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികളോട് അല്ലാഹു പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു, വിശ്വാസികൾ നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിൽ നല്ല മാതൃകയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങളിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു വടവൃക്ഷം പോലെയായിരുന്നു. തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അദ്ദേഹം തൗഹീദ് വെടിഞ്ഞിട്ടില്ല, ആദർശം വെടിഞ്ഞിട്ടില്ല, ഇതിൽ പിന്മാറിപ്പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക, ആ ദീനിൽ തെറിച്ചു പോകുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തിൽ ചരിക്കുമ്പോൾ ഈ ഒരു ഈദുൽ അദ്ഹയുടെ ദിവസത്തിൽ നാം ഓരോരുത്തരും ഓർക്കേണ്ടത് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമുക്ക് ആഘോഷം ഇസ്ലാമിൽ അനുവദിച്ചതാണ്. പക്ഷെ ആഘോഷങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിധിയുണ്ട്, പരിമിതികളുണ്ട്. തക്ബീറുകൾ മുഴക്കുക ഇനിയുള്ള ഇന്നും അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളും കൂടുതൽ കൂടുതൽ തക്ബീറുകൾ മുഴക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഓർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് തക്ബീറുകൾ ചെല്ലാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ രാവിലെയുമൊക്കെ ഒരുപാട് പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദം നമ്മൾ കേൾക്കുകയുണ്ടായി. എന്തിനാണ്? മുസ്ലിമീ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ആഘോഷങ്ങൾക്ക് പടക്കങ്ങളുടെ ആവശ്യമില്ല. അവർക്ക് തക്ബീറുകൾ ചൊല്ലിയിട്ടാണ് ഒച്ച ഉണ്ടാകേണ്ടത്, അല്ലാതെ പടക്കം പൊട്ടിച്ചിട്ടല്ല ഒച്ച ഉണ്ടാകേണ്ടത്. ഇസ്ലാമിന്റെ തക്ബീറുകൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ ആഘോഷങ്ങളിൽ തക്ബീറുകൾ കൊണ്ടാണ് ശബ്ദമുഖരിതമാകേണ്ടതല്ലാതെ മറ്റു സമുദായങ്ങളെ പോലെ പടക്കം പൊട്ടിച്ചും അത് പണം അന്യായമായി കൊണ്ട് ദൂർത്തടിച്ചുകൊണ്ടും ഒരിക്കലും ആഘോഷത്തിന്റെ ആ വാതിലുകൾ നമ്മൾ തുറക്കാൻ പാടില്ല.
അതുപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങളിൽ സ്വതക്കകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ സ്വതക്ക ഉണ്ടാകും, പിന്നെ അതിൻ്റെ സൗകര്യങ്ങളുണ്ടാകും. ഈ പെരുന്നാൾ ദിവസത്തിലെ സ്വതക്ക എന്ന് പറഞ്ഞാൽ അത് പള്ളിയിലേക്കുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പള്ളിയുടെ ആവശ്യങ്ങൾക്കുള്ളതല്ല. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പാവങ്ങളായ മിസ്കീനുകളായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടിയുള്ളതാണ് അത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യം കൂടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത്തരം ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുവാനും ഇങ്ങനെ പെരുന്നാൾ സന്തോഷങ്ങൾ പരസ്പരം പങ്കിടാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയതിൽ നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക്, പ്രത്യേകിച്ച് ഫലസ്തീനിൽ നമ്മുടെ പൊന്നു മക്കൾ പട്ടിണിയിലാണ് സഹോദരന്മാരെ. നമ്മൾ ഇന്ന് ഇവിടുന്ന് നമസ്കരിച്ചു പോയി നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് എന്നിട്ടാണ് വീട്ടിലേക്ക് പിന്നെ പള്ളിയിലേക്കൊക്കെ വന്നിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോയാൽ വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മൾ കഴിക്കും, അൽഹംദുലില്ലാ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളെപ്പോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സ്വീകരിച്ച നമ്മുടെ പൊന്നു സഹോദരന്മാരും സഹോദരിമാരും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പാത്രവുമായി കൊണ്ട് തെണ്ടി നടക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഭക്ഷണപാത്രങ്ങളിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി നീട്ടുമ്പോൾ അതിലേക്ക് വെടിവെച്ചിടുന്ന നമ്മുടെ സഹോദരന്മാർ, അവർ ഓർക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരിക്കലും നമ്മുടെ ഈദ് പൂർണ്ണമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്മാർക്ക് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിക്കുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടിയതും ഈ നമസ്കരിച്ചതും ഈ ശ്രവിച്ചതുമെല്ലാം അല്ലാഹു നമ്മിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. പെരുന്നാളിൻ്റെ ഈ സുദിനത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കാതെ ജീവിതാന്ത്യം വരെ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ അമലുകളും നമ്മൾ നോറ്റിരിക്കുന്ന നോമ്പുകളും സദഖകളുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.